എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹണിമൂൺ കാലത്തിന്റെ ചില മുന്നൊരുക്കങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. മനസ്സിനും ശരീരത്തിനും സുഖവും സുരക്ഷിതത്വവും ഉല്ലാസവും നൽകുന്ന സ്ഥലങ്ങളാണ് മധുവിധ ആഘോഷിക്കാൻ കൂടുതൽ നല്ലത്. പ്രകൃതി ഭംഗിയുള്ള മനോഹരമായ കാലാവസ്ഥയിലേക്ക് ഒത്തൊരുമിച്ചു പോകുന്നത് സ്നേഹബന്ധത്തിന്റെ ഊഷ്മളതയ്ക്ക് ആക്കം കൂട്ടും. പുതിയ ജീവിതത്തിലാകുമ്പോൾ പുതുമയും ആഗ്രഹിക്കും. രണ്ടുപേരുടെയും താല്പര്യങ്ങൾക്ക് ഇടം നൽകുക. സാമ്പത്തികവും സാമൂഹികവുമായ സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ യാത്രക്കൊരുങ്ങുക. എവിടെ പോകുന്നു എന്നതിനേക്കാൾ രണ്ടുപേർക്കും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും ഇടപഴകുവാനും സമയം ലഭിച്ചുവെന്ന് ഉറപ്പുവരുത്തുക. തിടുക്കപ്പെട്ട് പെട്ടെന്നൊരു യാത്ര പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് സാവധാനം ആലോചിച്ച് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക. ജോലി തിരക്കുകൾ കൊണ്ട് വിവാഹം കഴിഞ്ഞ ഉടനെ യാത്ര പോകുവാൻ സാധിക്കാത്തവർ പരസ്പരം കൂടുതൽ സമയം തമ്മിൽ ചെലവഴിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ എന്നെ ശ്രദ്ധിക്കാൻ നേരമില്ല എന്ന പരാതി ഉയരരുത്. ജോലിക്കിടയിൽ ലഞ്ചിനോ ഡിന്നറിനോ ഒരുമിച്ച് പുറത്തു പോകുവാൻ പ്ലാൻ ചെയ്യാം. കാമുകന്മാരെ പോലെ അടുത്തിടപഴകി സംസാരിക്കുക. സമയവും സന്ദർഭവും നോക്കി ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ മോഹങ്ങൾ എന്നിവയെല്ലാം പങ്കുവെക്കുക. ഹണിമൂൺ ട്രിപ്പിന് 1 വർഷം വരെ സമയമുണ്ട്. ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ആവശ്യമായ മരുന്നുകളും കാലാവസ്ഥക്ക് അനുയോജ്യമായ ക്രീമുകളും ലേപനങ്ങളും യാത്രയിൽ കൂടെ കരുതുവാനും മടിക്കരുത്. അതുപോലെ മധുവിധുവിന് വേണ്ട വസ്ത്രങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കാം. പങ്കാളിയുടെ ഇഷ്ടപ്പെട്ട നിറങ്ങളും ഡിസൈനുകളും ചോദിച്ചു മനസ്സിലാക്കാം. അതിവൈകാരികമായ നിമിഷങ്ങൾക്ക് വേണ്ടി അല്പം സെക്സിയായി ഒരുങ്ങുന്നതും സന്തോഷം നിറയ്ക്കും. യാത്ര പോകുന്നിടത്ത് നിന്നും കൂടുതൽ ഷോപ്പിംഗ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കൂടുതൽ ഭാരം കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് പോകേണ്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഉള്ള തിരക്കുകളെല്ലാം മാറ്റിവെച്ച് കളിചിരികളും തമാശകളും നിറച്ചു വേണം യാത്ര ചെയ്യാൻ. അതുപോലെ പരസ്പരം ഒരുമിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ് വിവാഹ ജീവിതത്തിലെ എന്തിനേയും നിർണയിക്കുക. യാത്രയുടെ കാര്യത്തിലായാലും ഇത് തന്നെ. രണ്ടുപേരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്ന് സംസാരിക്കുക. വിവാഹ ദിനത്തിലെ തിരക്കുകൾ കഴിഞ്ഞ് മണിയറയിലേക്ക് എത്തുമ്പോൾ ആ ദിവസത്തിലെ ക്ഷീണം കൊണ്ട് പലരും കിടന്നുറങ്ങാനാണ് താല്പര്യപ്പെടുക. ആദ്യ രാത്രി എന്ന വിശേഷണത്തോടെ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം ഇവിടെ കുറിക്കുകയായി. ഇവിടെ പങ്കാളിയുടെ മാനസിക പൊരുത്തവുമാണ് പ്രധാനം. നിങ്ങൾ എങ്ങനെയാണോ സാധാരണ ഇടപഴകുന്നത് അതുപോലെ പെരുമാറുക. നാടകീയമായതൊന്നും സംഭാഷണത്തിലോ പെരുമാറ്റത്തിലോ വരാതെ നോക്കുക. രതിപൂർവ്വ ലീലകൾ ആസ്വദിച്ച് ക്ഷമയോടെ ഇടപഴകാം. മാനസികമായ അടുപ്പമുണ്ടെങ്കിൽ മാത്രം ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കാം. പരസ്പര ബഹുമാനവും ആദരവും കൈമാറേണ്ടതും ഇതിനിടയിൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ പങ്കാളിയോട് പ്രണയത്തോടെ ഇടപഴകുക. പെരുമാറ്റത്തിലും പ്രവർത്തികളിലും അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ ശ്രമിക്കണം. പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതൊന്നും ചെയ്യരുത്. ബെഡ്റൂമിലും ഒരുമയുണ്ടാകണം. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ബെഡ്റൂം ഒരുക്കരുത്. അതിൽ പങ്കാളിയുടെ അഭിപ്രായവും ഇഷ്ടാനിഷ്ടങ്ങളും ചോദിച്ചു മനസ്സിലാക്കണം. സൗഹൃദവും സ്നേഹവും മധുവിധുകാലത്ത് നിറഞ്ഞു നിൽക്കണം. പൊങ്ങച്ചം പറയുകയോ കാണിക്കുകയോ ചെയ്യരുത്.